പലരും വളച്ചൊടിച്ച് പറയുന്നുണ്ട് രേണു ഈ ഒരു ബ്ലൂടിക്ക് കിട്ടാനും റീച്ച് കിട്ടാനും വേണ്ടി മാത്രമാണ് ഈ സുധിച്ചേട്ടന്റെ പേര് വലിച്ചു വെച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് കിട്ടിയപ്പോൾ അവള് പേര് മാറ്റി എന്നുള്ള രീതിയിൽ ആ ഒരു പറഞ്ഞത് വളരെ തികച്ചും തെറ്റായിട്ടുള്ളൊരു ആരോപണമാണ്. കാരണം എൻ്റെ ID കാർഡിലെ നെയിം ഞാൻ കാണിച്ചാൽ നമ്പർ രേഷ്മ പി തങ്കച്ചൻ. ഈ ID കാർഡിലെ ഫോട്ടോ കണ്ട മറ്റേ ഭർത്താവിനെ തലക്കടിച്ചു വന്ന യുവതി അറസ്റ്റ് എന്ന് പറയുന്ന ഷേപ്പാണ്. ആദം എന്തുവാടി ആസാം യുവതി അറസ്റ്റിൽ എന്ന് പറയുന്നൊരു ഷേപ്പുള്ള ഫോട്ടോയാണ്. അതിന് ഫോട്ടോ മൂടി വെക്കാം. രേഷ്മ പി തങ്കച്ചൻ. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 8/7/91. ഞാൻ 91 ജനിച്ച ആളാണ്. എനിക്ക് 45, 40, 39, 38, 37 വയസ്സില്ല. 34 വയസ്സ് കഴിഞ്ഞ് 35 വയസ്സ് ആകുന്നു. ഈ സെപ്റ്റംബർ 7 ആകുമ്പോൾ എനിക്ക് 35 വയസ്സിലോട്ട് കയറത്തുള്ളൂ. ഓക്കെ. അപ്പം ഈ രേഷ്മ പി തങ്കച്ചൻ എന്നുള്ള എൻ്റെ ആധാർ കാർഡിലെ പേരാണ്. ആ ഒരു പേര് കൊടുത്താൽ മാത്രമേ നമുക്ക് ബ്ലൂടിക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ സുധിച്ചേട്ടനെ എടുത്ത് ദൂരെ എടുത്ത് പള്ളയിലെടുത്ത് കളഞ്ഞതല്ല ഞാൻ. ഓക്കെ, സുധിച്ചേട്ടനെ കളഞ്ഞതല്ല ഞാൻ. ഈ ബ്ലൂടിക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. പോയിരുന്ന ടൈമില് ഈ കേരളത്തിൽ ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എപ്പം ദുബായിൽ പോയാലും ബഹറിന് പോയാലും വിവാദങ്ങളാണ്. പക്ഷെ ഈ പ്രാവശ്യം ഉണ്ടായത് കിച്ചുവിന്റെ ഒരു വീഡിയോ മൂലമാണ് ഏറ്റവും കൂടുതൽ വിവാദങ്ങളിലേക്ക് വന്നത്. ഇതിനുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ആ ചേച്ചി ആൻസർ പറഞ്ഞിട്ട് അതിലും ഒരുപാട് ട്രോളുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അതിനെന്താണ് പറയാനുള്ളത് മെയിനായിട്ട്? എനിക്ക് ഇത്രേ പറയുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചേട്ടൻ്റെ 2 മക്കളും ചേട്ടൻ്റെ രക്തത്തിൽ പറഞ്ഞ 2 മക്കളും എനിക്ക് മക്കൾ തന്നെയാണ്. എന്നെ ഇന്ന് അമ്മയെന്ന് വിളിച്ചു, ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ച കുട്ടിയാണ് കിച്ചു. ഇപ്പം കുട്ടിയല്ല, കുട്ടി വളർന്ന് ഒരു യുവാവായി, 22 വയസ്സുള്ള യുവാവായി. അവന് അവൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യവും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട്. സോ ജോലിയെടുത്ത് ജീവിക്കാനുള്ള ഇതും ആയി, അതായത് പ്രായപൂർത്തിയായി. ജോലിയെടുത്ത് സമ്പാദിച്ച് ജീവിക്കട്ടെ, സന്തോഷമല്ലേ ഉള്ളൂ. ഓരോ അമ്മമാർക്കും സന്തോഷമേ ഉള്ളൂ. മക്കൾ ജോലിയെടുത്ത് നന്നായിട്ട് ജീവിക്കുക, പ്രൊമോഷനാണെങ്കിൽ പ്രൊമോഷൻ ചെയ്ത് നന്നായിട്ട് ജീവിക്കുക. ഞാൻ എന്തായാലും ഒരു 2-ാനമ്മയോ ഞാനൊരു 3-ാനമ്മയാണ്. കിച്ചുവിൻ്റെ കാര്യത്തിൽ ഞാൻ 3-ാനമ്മയാണ്. എല്ലാവർക്കും അറിയാവുന്നത്. കിച്ചു തന്നെ പറയുന്നുണ്ട് 3-ാമത് വന്ന അമ്മയാണ്. സോ എന്ത് കാര്യമാണേലും എന്താ പറയുക, എനിക്കൊരിക്കലും മക്കളെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ഞാൻ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടുമില്ല. പിന്നെ ഓരോരുത്തരുടെ അവന് പ്രായപൂർത്തിയായ കുട്ടിയാണ്, അവൻ ചെയ്യട്ടെ, എന്തെങ്കിലും പറയട്ടെ. അതിനകത്ത് സുധിച്ചേട്ടൻ മരിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ടൈമിൽ ഇതുപോലെ ചേച്ചിയുടെ കുടുംബത്തിൽ നിന്ന് അച്ഛനും പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡും കൂടി പോയ സമയത്ത് ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. എൻ്റെ പപ്പ സീരിയസ് ആയിട്ട് കിടക്കുവാണ്, വീട്ടിലല്ല മെഡിക്കൽ കോളേജിൽ കിടക്കുവാണ്. ചേച്ചിയുടെ ഡെഡ് ബോഡി കൊണ്ടുവരുന്നതിൻ്റെ അന്നാണ് പപ്പായെ കൊണ്ടുവന്നത്. പപ്പായ്ക്ക് എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുന്ന പപ്പ എങ്ങനെയാണ് പോകുന്നത്? ആ പോയവർ പള്ളിയിലെ കുറച്ച് പേരും കുറേ അയൽപക്കാരും, എനിക്കറിയില്ല ആരൊക്കെയാണ് പോകുന്നത്. പഴയ ഒരു പള്ളിക്കാരും അയൽപക്കാരുമാണ് പോകുന്നത്. അവർ ചിലപ്പോൾ അവരുടെ ആരാണ് സൂചിച്ചേട്ടൻ, അവർ ചിലപ്പോൾ 5-സ്റ്റാർ ഹോട്ടലിൽ കയറിക്കോളൂ. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, കണ്ട വിഷയമല്ല. എൻ്റെ ചേട്ടാപ്പിയും ഈ പറഞ്ഞ കിച്ചും ഒക്കെ കാറിലിരിക്കുവായിരുന്നു. അവരൊന്നും കഴിച്ചില്ല. ചിലവാരം എൻ്റെ ചേട്ടാപ്പി തന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് കഴിച്ചിട്ടില്ല, അത് എനിക്ക് ഉറപ്പാണ്. അപ്പൊ കിച്ചു അതെന്തുകൊണ്ടായിരിക്കും പറഞ്ഞത്? ചേച്ചി ദുബായിൽ നിന്ന് വന്നതിന് ശേഷം ഇല്ല ആ ടൈമിലോ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഇറങ്ങുന്നതിന് 2 ദിവസം മുന്നേ എന്നെ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാം, എടാ ഒന്ന് ചിരിച്ചേടാന്ന് പറഞ്ഞപ്പോൾ എന്നോട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കല്ല എന്ന് പറഞ്ഞു. ഞാൻ എടുത്തുമില്ല. എന്താണെന്ന് എനിക്കറിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ ഇറങ്ങിയ പ്രശ്നങ്ങളായി. എനിക്കറിയില്ല എന്താണ്. അതുപോലെ തന്നെ ഈ ഷഫീന ബീബി എന്ന് പറഞ്ഞ പുള്ളിക്കാരി കിച്ചുവിനെ പോയി കാണുകയും അവർ തമ്മിലുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യും. 2ാമത്തെ ദിവസമാണ് ഞാനിത് കാണുന്നത്. അപ്പം തന്നെ എനിക്ക് ആദ്യം ഒട്ട് കൺഫ്യൂഷൻ ആയി. അപ്പം മനസ്സിലായി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിടികിട്ടിയ പോലെ തന്നെ എനിക്കും പിടികിട്ടി. ഫോട്ടോ ഇടുകയും അതിനുശേഷം ചേച്ചി കിച്ചുവിനെ ട്രാൻസ്ഫർ ചെയ്ത പേയ്മെന്റിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് ഒക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 10,000, 5,000, 7,000 രൂപയൊക്കെ കൊടുത്തൊക്കെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പം അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു.